ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും ഇപ്പോഴാണോ വരുന്നത്? എന്ത് പറയാനാ മോളെ, അടുത്ത മാസമല്ലേ ഇവളുടെയും കല്യാണം. മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കേറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സിൽ അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടെന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് കുണ്ടന്നൂരിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു. തെക്കേക്കര കുറുപ്പാൽപ്പടി കൊള്ളന്നൂർ അഭിലാഷിൻ്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെ 12 മണിയാകുമ്പോൾ കാറ്റിലും മഴയിലാണ് ഈ ഒരു തെങ്ങ് നമ്മൾ വീണ്ടും മേൽക്കൂര എനിക്ക് വീട്ടിലുണ്ട്. അവിടെ വീട്ടിൽ ഞാനൊന്നും ഉണ്ടായില്ല. ഞാൻ ജോലിക്ക് പോയി, ഭാര്യയും ജോലിക്ക് താൽക്കാലികമായിട്ട് ജോലിക്ക് കൊണ്ട്. അത് കഴിഞ്ഞ് വന്ന നേരത്ത് മോള് വിളിച്ച് പറയേ ഇങ്ങനെ തെങ്ങ് വീണ്ട്, ഞാൻ പുറത്തുനിന്ന് വിളിക്കണേന്നുള്ളത് പറഞ്ഞു. അപ്പം ഇനി തെങ്ങ് മുറിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് തുടർ നടപടികളിൽ കൂടെ പോവാച്ചിട്ടാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഭയങ്കരമായ കാറ്റ് മഴയ്ക്ക് തന്നെയായിരുന്നു 12 മണിയായിട്ട് അതിലുണ്ടായിട്ടുള്ളതാണ്. ഈ നിലയ്ക്കൊക്കെയാണ് ഇതോടെ ഉണ്ടായിട്ടുള്ളത്. ഓട് മൊത്തത്തിൽ പോകുന്ന ലക്ഷണമാണ്. പിന്നെ നമ്മളെ വാർഡ് മെമ്പറെ വിളിച്ചു. ആള് അപ്പം തന്നെ ഇവിടെ വന്നു ചേർന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം അഭിലാഷിന്റെ മകൾ അലീന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ട് ഭയന്ന അലീന ഓടി പുറത്തെത്തിയപ്പോഴാണ് തെങ്ങ് വീടിന് മുകളിലേക്ക് വീണു കിടക്കുന്നത് അലീന കണ്ടത്. തുടർന്ന് അലീന വിവരമറിയിച്ചതിനെ തുടർന്ന് അഭിലാഷ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും വാർഡ് കൗൺസിലർ സതീഷിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. സംഭവസ്ഥലം സന്ദർശിച്ച കൗൺസിലർ സതീഷ് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പറഞ്ഞ പോലത്തെ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കാറ്റ് വന്നു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ വീടിൻ്റെ മുകളിലേക്ക് ഈ തെങ്ങ് വന്ന് വീണിട്ടുള്ളത്. അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികളായിട്ട് അവിടുന്ന് മറ്റു കാര്യങ്ങളായിട്ട് പോകാമെന്നുള്ളതാണ് ഒരു